ഡിവൈൻ സ്പാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. ലക്ഷങ്ങൾ തീർത്ഥാടനം കൂടാനെത്തുന്ന ദേവാലയമാണ് ഗ്വാഡലുപ്പെ ദേവാലയം. അതിൻ്റെ ചരിത്രം ഇപ്രകാരമാണ്. കന്യാമറിയം 4 പ്രാവശ്യം ചിച്ചിമെക് കർഷകനായ ജുവാൻ ഡീഗോയ്ക്കും ഒരിക്കൽ അവൻ്റെ അമ്മാവൻ ജുവാൻ ബെർണിഡോയ്ക്കും പ്രത്യക്ഷപ്പെട്ടു. 1531 ഡിസംബർ 9 ശനിയാഴ്ച രാവിലെയാണ് ആദ്യത്തെ ദർശനം സംഭവിച്ചത്. ഇത് ജൂലിയൻ കലണ്ടർ പ്രകാരമാണ്. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഡിസംബർ 19-നാണ്. ടെപ്പിയ കുന്നിൻ മുകളിൽ വെച്ച് ജുവാൻ ഡീഗോയ്ക്ക് ഒരു യുവതിയുടെ ദർശനം അനുഭവിച്ചു. അത് പിൽക്കാലത്ത് മെക്സിക്കോ സിറ്റിയുടെ പ്രാന്തപ്രദേശത്തുള്ള വില്ല ഡി ഗ്വാഡലുപ്പിൻ്റെ ഭാഗമായി. നഹുവാറ്റ് ഭാഷയിൽ സംസാരിച്ച ആ സ്ത്രീ പരിശുദ്ധ അമ്മയാണെന്നും തൻ്റെ പേര് മറിയമാണെന്നും പറഞ്ഞു. നിർമ്മലനായ ദൈവത്തിൻ്റെ അമ്മ എന്ന് പരിചയപ്പെടുത്തി. ഈ ദർശനത്തിൽ പരിശുദ്ധ അമ്മ ടെപ്പിയ കുന്നിൻ മുകളിൽ ഒരു ദേവാലയം സ്ഥാപിക്കണമെന്ന് ബിഷപ്പിനെ അറിയിക്കുവാൻ ജുവാൻ ഡീഗോയോട് നിർദ്ദേശിച്ചു. ആ വാക്കുകളെ അടിസ്ഥാനമാക്കി ജുവാൻ ഡീഗോ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ മെക്സിക്കോ സിറ്റി ആർച്ച് ബിഷപ്പ് ജുവാൻ ഡി സുമാരഗയെ തേടി. പക്ഷേ ആർച്ച് ബിഷപ്പ് ഡീഗോയെ വിശ്വസിച്ചില്ല. ജുവാൻ ഡീഗോ ഈ യുവതിയെ രണ്ടാമത് വീണ്ടും കണ്ടു. ബിഷപ്പിനോട് വീണ്ടും നിർബന്ധിക്കാൻ ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം ജുവാൻ ഡീഗോ ആർച്ച് ബിഷപ്പിനോട് രണ്ടാമതും സംസാരിച്ചു. ടെപ്പിയോക്കിലേക്ക് മടങ്ങാനും ആ സ്ത്രീയോട് അവർ ആരാണെന്ന് തെളിയിക്കാനും ശരിക്കും സ്വീകാര്യവും അത്ഭുതകരവുമായ ഒരു അടയാളം ചോദിക്കാനും അവനോട് നിർദ്ദേശിച്ചു. അന്നേ ദിവസം ജുവാൻ ഡീഗോ ടെപ്പിയോക്കയിൽ തിരിച്ചെത്തിയപ്പോൾ മൂന്നാമത്തെ ദർശനമുണ്ടായി. അതേ സ്ത്രീയെ കണ്ടുമുട്ടിയപ്പോൾ ഒരു അടയാളത്തിനായുള്ള ആർച്ച് ബിഷപ്പിൻ്റെ അഭ്യർത്ഥന അദ്ദേഹം അവരോട് അറിയിച്ചു. അത് അടുത്ത ദിവസം നൽകാമെന്ന് അവർ സമ്മതിച്ചു. എന്നാൽ ആ ദിവസം ജുവാൻ ഡീഗോയുടെ അമ്മാവന് അസുഖം ബാധിച്ചു. അദ്ദേഹത്തെ പരിചരിക്കാൻ ജുവാൻ ഡീഗോ ബാധ്യസ്ഥനായി. ഡിസംബർ 12 ചൊവ്വാഴ്ച പുലർച്ചെ അമ്മാവൻ്റെ നില വഷളായതിനെ തുടർന്ന് ജുവാൻ ബെർണിഡോയുടെ കുമ്പസാരത്തിനും മരണക്കിടക്കയിൽ അദ്ദേഹത്തെ സഹായിക്കാനും ഒരു കത്തോലിക്ക പുരോഹിതനെ തേടി ജുവാൻ ഡീഗോ ത്ലാത്ലയോക്കയിലേക്ക് യാത്രയായി. സമ്മതിച്ചതുപോലെ തിങ്കളാഴ്ച മാതാവിനെ കാണുന്നതിൽ പരാജയപ്പെട്ടതിനാൽ ജുവാൻ ഡീഗോ ടെപ്പിയ കുന്നിന് ചുറ്റുമുള്ള മറ്റൊരു വഴി തിരഞ്ഞെടുത്തു. എന്നിട്ടും കന്യകാ മാതാവ് അവനെ തടഞ്ഞു നിർത്തി അവൻ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു. അത് 4ാമത്തെ പ്രത്യക്ഷപ്പെടലായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ജുവാൻ ഡീഗോ വിശദീകരിച്ചു. കന്യക താൻ പറഞ്ഞത് ചെയ്യാത്തതിന് അവനെ സൗമ്യമായി ശകാരിച്ചു. ഗ്വാഡലൂപ്പ് ദർശനങ്ങളുടെ ഏറ്റവും പ്രശസ്തമായ പദപ്രയോഗമായി മാറിയതും ഗ്വാഡലൂപ്പിലെ ബസിലിക്കയുടെ പ്രധാന കവാടത്തിന് മുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നതുമായ വാക്കുകളിൽ അവർ ചോദിച്ചു, "ഞാൻ ഇവിടെയില്ലേ? ഞാൻ ആരാണ് നിങ്ങളുടെ അമ്മ?" ജുവാൻ ബെർണിഡോ ഇപ്പോൾ സുഖം പ്രാപിച്ചു കഴിഞ്ഞുവെന്ന് അവർ ഉറപ്പ് നൽകി. പ്രത്യേകിച്ച് ഡിസംബറിലെ തണുപ്പിൽ സാധാരണയായി തരിശായിരുന്ന ടെപ്പിയോക്കുന്നിൻ്റെ മുകളിൽ നിന്ന് പൂക്കൾ ശേഖരിക്കാൻ അവർ അവനോട് പറഞ്ഞു. ജുവാൻ ഡീഗോ അവരുടെ നിർദ്ദേശം സ്വീകരിച്ചു. മെക്സിക്കോയിൽ സാധാരണ കാണപ്പെടാത്ത ഒരുതരം റോസാപ്പൂക്കൾ താഴ്വരയിൽ പൂത്തു നിൽക്കുന്നത് കണ്ടു. കന്യകാമാതാവ് ജുവാൻ ഡീഗോയുടെ മേലങ്കിയിൽ പൂക്കൾ ക്രമീകരിച്ചു. ആ ദിവസം ആർച്ച് ബിഷപ്പിന് മുൻപാകെ ജുവാൻ ഡീഗോ തൻ്റെ മേലങ്കി തുറന്നപ്പോൾ പൂക്കൾ തറയിൽ വീണു. തുണിയിൽ കന്യകാമാതാവിൻ്റെ രൂപം വെളിപ്പെട്ടു. അടുത്ത ദിവസം ഡിസംബർ 13-ന് കന്യക ഉറപ്പ് നൽകിയതുപോലെ തൻ്റെ അമ്മാവൻ പൂർണ്ണമായി സുഖം പ്രാപിച്ചതായി ജുവാൻ ഡീഗോ കണ്ടെത്തി. ജുവാൻ ബെർണിഡോ തൻ്റെ കട്ടിലിനരികിൽ പ്രാർത്ഥിച്ചതിന് ശേഷം മാതാവിനെ കണ്ടതായി വിവരിച്ചു. അത് 5ാമത്തെ ദർശനമായിരുന്നു. ഈ ദർശനത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അത്ഭുതകരമായ രോഗശമനത്തെക്കുറിച്ചും ആർച്ച് ബിഷപ്പിനെ അറിയിക്കാൻ അവർ അവനോട് നിർദ്ദേശിച്ചു. ഗ്വാഡലൂപ്പെ എന്ന പേരിൽ അറിയപ്പെടാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് അവർ അവനോട് പറഞ്ഞു. അതിൻ്റെ ഫലമായി 1709 മെക്സിക്കോ നഗരത്തിലെ ടെപ്പിയ കുന്നിന് മുകളിൽ വിശുദ്ധ ഗ്വാഡലൂപ്പയിൽ മാതാവിൻ്റെ തിരുനാമത്തിൽ ദേവാലയം സ്ഥാപിതമായി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെ ആകർഷിക്കുന്ന ഗ്വാഡലൂപ്പോയിലെ മാതാവിൻ്റെ ദേവാലയമായി ഇത് പ്രശസ്തമായി. ഡിസംബർ 12-ന് ക്രൈസ്തവ സഭ ഗ്വാഡലൂപ്പോയിലെ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു.
കണക്കുകൾ പ്രകാരം പ്രതിവർഷം ദശലക്ഷം തീർത്ഥാടകർ ഈ വിശുദ്ധ ദേവാലയം സന്ദർശിച്ച മാതാവിൻ്റെ അനുഗ്രഹം തേടുന്നു. 1995 മെക്സിക്കോയിലെ ടെപ്പിയാക്കുന്നിൽ ഗാദുലാപ്പോയിലെ മാതാവിൻ്റെ ദേവാലയത്തിന് സമാനമായി ചിക്കാഗോയിലെ ദസ് പ്ലെയിൻസിൽ ഒരു ദേവാലയം സ്ഥാപിക്കപ്പെട്ടു. ഈ സംരംഭം ചിക്കാഗോയിലെ ക്രൈസ്തവ വിശ്വാസികളുടെ ഭക്തിയുടെയും പരിശ്രമത്തിൻ്റെയും ഫലമായിരുന്നു. 1987 ചിക്കാഗോയിലെ വിശ്വാസികൾ പരിശുദ്ധ കന്യകാമാതാവിനോടുള്ള ഭക്തി പ്രചരിപ്പിക്കാനുള്ള ഒരു മിഷൻ രൂപീകരിക്കുകയും ഗ്വാഡലാപ്പോയിലെ മാതാവിൻ്റെ പവിത്ര രൂപം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേവാലയ നിർമ്മാണത്തിനുള്ള ആദ്യ ഭൂമിക എഴുതപ്പെട്ടത്. പരിശുദ്ധ കന്യകയോടുള്ള ഈ ആഴത്തിലുള്ള ഭക്തിയും ആശ്രയബോധവും പ്രതിഫലിപ്പിക്കുന്ന ഈ മരിയൻ ദേവാലയം അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുന്ന കേന്ദ്രമായും ലോകത്തെ 2ാമത്തെ സ്ഥാനമുള്ള ദേവാലയമായും മാറി. മെക്സിക്കോക്കാരും മെക്സിക്കൻ അമേരിക്കൻ കാത്തോലിക്കരും ഗാഡുലാപ്പോയിലെ മാതാവിനോടുള്ള തീവ്രമായ ഭക്തി പ്രകടമാക്കുന്നവരാണ്. ഭക്തർ കൊടും തണുപ്പിൽ മഞ്ഞുകാറ്റിനെ വകവയ്ക്കാതെ കാൽനടയായി ദേവാലയം സന്ദർശിക്കുന്നു. ദിവസേന അവരുടെ എണ്ണം വർദ്ധിച്ചു പോരുന്നു. ഈ തീർത്ഥാടകരുടെ അനുഭവങ്ങളിൽ നിന്ന് വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയും ഭക്തിയുടെ വ്യാപ്തിയും വ്യക്തമാകുന്നു.